ജനിച്ച നാൾ മുതൽ നമ്മൾ കേൾക്കുന്ന വലിയൊരു നുണയാണ് വിധി. എന്തൊക്കെ കാര്യങ്ങൾ സ്വയം ചെയ്താലും നേടിയാലും ഒടുവിൽ എല്ലാം വിധിയുള്ളതുകൊണ്ട് മാത്രമാണ് തനിക്ക് ലഭിച്ചത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്ന രീതിയാണ് ഭൂരിഭാഗം ആളുകളിലും നമ്മൾ കാണാറുള്ളത്. ചെറുപ്പം മുതൽക്കേ ഇത് കണ്ടും കേട്ടും വളരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ രീതിയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിത്തീരുന്നു. സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയില്ല എന്ന നുണ, അത് അന്ധമായി നമ്മൾ വിശ്വസിച്ചു പോയി. സത്യത്തിൽ ആ വിശ്വാസമായിരുന്നു നമ്മളെ ചതിച്ചത്, അല്ലാതെ സാഹചര്യങ്ങളായിരുന്നില്ല. അതെ, ആ വിശ്വാസം തന്നെയായിരുന്നു നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നതും. കാരണം നമ്മൾ എന്തു വിശ്വസിക്കുന്നുവോ അതാണ് ജീവിത യാഥാർത്ഥ്യമായി തീരുന്നത്. വിശ്വാസത്തിന്റെ ശക്തി അതായിരുന്നു നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നിരന്തരം മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസങ്ങൾ സൃഷ്ടിച്ചു. ജീവിതമെന്നാൽ അത് സുഖദുഃഖ സമ്മിശ്രമാണ്, ചിലരുടെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടാകൂ തുടങ്ങിയ അനാവശ്യ ചിന്തകളും ധാരണകളും സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. നല്ല കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് ചിന്തിക്കുവാൻ നമ്മൾ ഭയന്നു. അതാണ് നമുക്ക് സംഭവിച്ചു പോയ തെറ്റ്. ഇനിയെങ്കിലും അത് തിരുത്തുവാൻ തയ്യാറാകണം. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും പ്രതീക്ഷകളും തന്നെയാണ് ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. എങ്ങനെയുള്ള ഒരു ജീവിതമാണോ ആഗ്രഹിക്കുന്നത് അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ മനസ്സിലെ വിശ്വാസങ്ങളെ മാറ്റിയെഴുതുക. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ദിശയിൽ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇതൊന്നും മറ്റാരും നമുക്ക് വേണ്ടി ചെയ്തു തരില്ല. സ്വയം മനസ്സ് വെച്ചാൽ മാത്രമേ അവനവന്റെ ചിന്തയെയും ജീവിതത്തെയും നിയന്ത്രിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം ചിന്തിച്ച് മനസ്സിനെ അലട്ടില്ല എന്ന ദൃഢനിശ്ചയമെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ അഫർമേഷൻസ് പറയുക. എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.